കോഴിക്കോട് പോയപ്പോ പോയപ്പോ ഉണ്ടോ? അംസ അംസ മതിയോ ദുബൈ? ചൂടെങ്ങനെയുണ്ട് അമ്പലപ്പുഴയില്? അംബുസ അംബുസ കാപ്പനില്ലാതെ അറിയാലോ, തന്നെ പരിചയപ്പെട്ടു. ഞാൻ മരുമകളാണ്. ഏതാ മറ്റുമകളുടെ വീട്ടിൽ പോയപ്പോ ബീച്ചിലൊക്കെ പോയില്ല നമ്മള്? കോഴിക്കോട് ചേട്ടൻ വലുതായി ആണല്ലേ? യാത്ര വല്ലാണ്ടായി. 4 വയസ്സ് ഓർമ്മയുണ്ടോ? അപ്പുറത്തെ കല്യാണോ? എല്ലാവർക്കും കാത്തൂസ് ഫ്രെയിമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് അച്ഛൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടായ ജലീൽ അങ്കിളും ഫാമിലിയും കോഴിക്കോട് നിന്നും അമ്പലപ്പുഴയിലേക്ക് വന്നേക്കുവാണ്. അപ്പോൾ അവർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി അവരെ നമ്മളിതാ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു. ജലീൽ അങ്കിളൊക്കെ അവർ അച്ഛനുമൊക്കെ ആയിട്ടൊന്ന് ചെറിയൊരു കറക്കത്തിന് പോയേക്കുവാണ് അമ്പലപ്പുഴയിൽ. വൈഫും ജലീൽ അങ്കിളിൻ്റെ പിള്ളേരും അവരുടെ പിള്ളേരും ഒക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നാളെ ഇവരുമായിട്ട് നമുക്ക് ചെറിയൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് അവർ തിരിച്ച് കോഴിക്കോടേക്ക് പോവുള്ളൂ. അപ്പോൾ നിങ്ങളെ എല്ലാവരെയും ഞങ്ങളുടെ ഈ ഒരു കോഴിക്കോടൻ വിത്ത് അമ്പലപ്പുഴ വ്ളോഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മാവേലി ബീച്ചാണ്. കറി ബാക്കി ഒന്നും വേണ്ട. എന്താ വേണ്ടേ? പച്ചക്കറി കഴിക്കാൻ മടിയാണ്. ഓർത്തോണം, അടുത്ത വീഡിയോയിൽ നിങ്ങളുള്ളതാണ്, അതുകൊണ്ട് അഭിനയിച്ചോണം തകർത്ത്. ബൈ ബൈ.
ബൈ ബൈ. അവരെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ഇപ്പോഴല്ല പറയാം, ഹൈവേ ചെല്ലുമ്പോഴല്ലോ. അവര് ഭക്ഷണം കഴിക്കുവല്ലോ, ഒരു ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. നമ്മൾ ആര്യാസിന്ന് രാത്രി ഉറക്കമൊക്കെ അടിപൊളിയായിരുന്നോ? ഗുഡ് മോർണിംഗ്. പിള്ളേര് ആശിജി ജോജോയും അമ്പും ഉറക്കം. ബസ്സിന് പോയി, നമ്മള് വലിയ ബസ്സിന് തീർച്ചയായിട്ടും. ഹലോ 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 അമ്പസി. കാര്യമില്ല. അപ്പൊ അവരോട് വണ്ടി ഓടിയത് പോരുത്. അടിയാങ്ങ അടി എവിടെ വേണ്ടി ഒറ്റയ്ക്ക് പോരാ. അമ്മസ നിക്ക് നിക്ക് നിക്ക്, എല്ലാരും വട്ടം. അമ്മസ വിടുന്നേ, ചേച്ചി അടി വിടുന്നേ. ഡ്രൈവറാ, 8 വർഷം പഴക്കമുള്ള ഡ്രൈവർ. പോയാ മതി. ബാ 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 ബാ. ഇവിടെ വന്നിട്ട് നമ്മളിങ്ങനെ പാടിയ നമ്മൾ ചുറ്റും ഒരു 10,000 പേര് കൂട്ടും. അറിയാവോ? ആലപ്പുഴയായിരുന്നു. അതൊക്കെ ഞാൻ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അല്ല ഇന്നിപ്പോ പിന്നെ നിലനിൽക്കുവോ? അത് ഞങ്ങള്
അങ്ങനെ ഇരുന്നു. അവിടെ ഇരുന്നു. അറിയാൻ തന്നെ ഇവിടെ ഇവിടെ അപ്പം നോക്കുന്നു കാണുന്നിടത്തല്ലേ. നേരത്തെ താഴെ ഇരുന്ന് കളിക്കാൻ വേണ്ടി ഇവിടെ സെറ്റപ്പ് ഉണ്ട്, ബെഡ് ഉണ്ട്. എല്ലാരും ഇവിടെ വട്ടം കൂടി ഇരുന്ന് കളിച്ചോളൂ താഴെ. ആ അതേ ബെഡ് ഇട്ട് തരാം. അതെ എല്ലാരും ഇവിടെ താഴെ ഇരുന്ന് കളിച്ചോളൂ. കുഞ്ഞുങ്ങളെ വീട്ടിൽ ഇന്നലെ രാത്രി ശരിക്കും ഉറങ്ങില്ല. ഞാനോ ഹോസ്പിറ്റലിൽ കയറിയിട്ട് ഉറങ്ങാനായിട്ടായിരുന്നു. കൂട്ടി കയറി ഉറക്കാൻ വേണ്ടി. ജില്ലങ്ങൾ മേലോട്ട് കയറിയില്ലേ? പേടിയാണോ? അതെ ചായ ഇത് പുള്ളിക്ക് താഴത്തെ ആ സെറ്റപ്പ് ഒന്നും ഇഷ്ടപ്പെട്ടല്ലേ? ഈ ജലീലങ്കളുമായിട്ട് അച്ഛൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് 91 തുടങ്ങിയതാണ്. അതായത് ജലീലങ്കളും അച്ഛനും 91 സൗദി അറേബ്യയിൽ ഇഗ്ലൂ എന്ന് പറഞ്ഞ കമ്പനിയിൽ ജോലി ചെയ്താണ്. അപ്പൊ അന്ന് തൊട്ടുള്ള സൗഹൃദമാണ് വളരെ പ്യുവർ ആയിട്ട് തന്നെ അവരത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാ ആഴ്ചയിലും ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്യാറുണ്ട്, കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെ നമ്മളൊരു ഒത്തുകൂടല് ഇതുവരെ നടന്നിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ജലീലങ്ങളുടെ ഫാമിലിയും നമ്മുടെ ഫാമിലിയും കൂടെ ഒരുമിച്ച് ഇങ്ങനെ ഒത്തുകൂടുന്നത്. പക്ഷേ ഞാനും
സ്നോജിയും പിള്ളാരും നമ്മുടെ ചാനലിൽ നമ്മളൊരു കോഴിക്കോടൻ വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു വർഷം മുമ്പത്തെയാന്ന് തോന്നുന്നു. അന്നേരം ഞങ്ങൾ കോഴിക്കോട് പോയ സമയത്ത് ഞങ്ങൾ ജലീലങ്ങളുടെ വീട്ടിൽ പോയിരുന്നു. അതിഗംഭീരമായ ലഞ്ച് ഞങ്ങൾക്ക് അങ്കിള് തന്നു. അതായത് കഴിച്ച് ഞങ്ങളുടെ വയറ് നിറഞ്ഞ് പൊട്ടാറായ അവസ്ഥയായിരുന്നു. അത്രയ്ക്കധികം രുചികരമായ വിഭവങ്ങള് മേശപ്പുറത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്കിളുടെ വൈഫും മക്കളും ഒക്കെ ആയിട്ട് അവരെല്ലാരും ഭയങ്കരമായിട്ട് ഫുഡ് കുക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിച്ച് ഞങ്ങളെ എന്നിട്ട് അങ്കിള് ബീച്ചിലൊക്കെ കൊണ്ടുപോയി ഞങ്ങളെ വളരെ കംഫർട്ടബിൾ ആക്കി ഹാപ്പി ആക്കി ആണ് അങ്കിള് തിരിച്ച് അമ്പലപ്പുഴയിലേക്ക് വിട്ടത്. അപ്പോൾ അവര് അമ്പലപ്പുഴയിലേക്ക് വരുമെന്ന് അറിഞ്ഞപ്പോൾ അതിലും ഭംഗിയായിട്ട് നമുക്ക് അവരെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള ഒരു സംഭവം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടതുപോലെ വളരെ രുചികരമായ ഞങ്ങളുടേതായ ശൈലിയിൽ അവർക്ക് നല്ല സദ്യ കൊടുത്തു, പായസമായിട്ടുള്ള സദ്യ കൊടുത്തു. അതൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ നമുക്ക് എന്താണ് ഏത് ട്രിപ്പാണ് വേണമെന്ന് അങ്കിളിനോട് ചോദിച്ചപ്പോൾ അങ്കിളാണ് പറഞ്ഞത് നമുക്ക് ഒരു ഹൗസ് ബോട്ട് എടുക്കാം. അങ്ങനെ പുന്നമട കായലിലൂടെയൊക്കെ നമുക്കിങ്ങനെ ചുറ്റി നടക്കാം. അവർക്കിതൊരു ആദ്യത്തെ അനുഭവമാണ് ഇതൊക്കെ. ആലപ്പുഴയിൽ വന്ന് ആലപ്പുഴ എക്സ്പ്ലോർ ചെയ്യുക എന്നൊക്കെ പറയുന്നവരുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എന്നാൽ പിന്നെ നമുക്കിങ്ങനെ ആവാം എന്ന് വിചാരിച്ച് അങ്ങനെയാണ് നമ്മൾ ഹൗസ് ബോട്ട് യാത്രയിലേക്ക് കടക്കുന്നത്. എനിക്ക് തോന്നുന്നു അവരെല്ലാവരും അത് എൻജോയ് ചെയ്തു എന്ന് തോന്നുന്നു. എന്തായാലും അങ്കിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്കിള് പഞ്ചായത്ത് മെമ്പറാണ്. അപ്പം ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന രീതിയിൽ അങ്കിള് അടിപൊളിയാണ്. അതായത് അവരുടെ നാട്ടില് ഒരു കുട്ടി കിണറ്റിൽ വീണപ്പോൾ ആ കുട്ടിയെ കിണറ്റിൽ ഇറങ്ങി രക്ഷപ്പെടുത്തിയ പഞ്ചായത്ത് മെമ്പറാണ് ജലീൽ അങ്കിള്. അപ്പം എല്ലാ രീതിയിലും അങ്കിള് അടിപൊളിയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്കിളിനെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ അമ്പലപ്പുഴയിലേക്ക് വന്നത് തന്നെ നമ്മൾക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് കോഴിക്കോടേക്ക് വരാനായിട്ടും വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. എന്തായാലും ഉടനെ തന്നെ ഞങ്ങളെല്ലാവരും കോഴിക്കോടേക്കും വരുന്നതായിരിക്കും. അമ്മയ്ക്ക് പെപ്പറാണ് പിള്ളേർ കിടന്നു. അമ്മയ്ക്ക് പെപ്പറാണ് പിള്ളേർ കിടന്നു. ഇസ്ലാം മതക്കാരെ ഇവിടെ ഇസ്ലാം മതക്കാരെ വെട്ടത്തുള്ളൂ, അല്ലാതെ വേറെ ആരും വെട്ടത്തില്ല. പിന്നെ എല്ലാവരും ഇവിടെ പിന്നെ ഇത് അങ്ങോട്ട് ഇതെല്ലാം അങ്ങോട്ടാണ്. അതിൽ വന്നിട്ട് നമ്മൾ തന്നെ